ഉച്ചക്കത്തെ ആ ചൂടും വെയിലും എല്ലാ സാധനവും കൊണ്ട് ഒരു പരുവായി. പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്ന് കുറച്ച് 2-3 മണിക്കൂർ റെസ്റ്റ് എടുത്ത് ഇനി നൈറ്റ് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാണ്. അപ്പോൾ നൈറ്റ് ടൈമിൽ മോൺട്രിയൽ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ രാവിലെ വന്ന സെയിം സബ്വേ സ്റ്റേഷനിൽ തന്നെ വന്നിട്ടാണ് ഉള്ളത്. അഗ്രിഗോൺ ഫ്രഞ്ച് നെയിമാണല്ലോ, പ്രൊണൗൺസിയേഷൻ ഇങ്ങനത്തന്നെയാണെന്നൊന്നും അറിയില്ലല്ലേ. നമ്മൾ വീക്കെൻഡ് അൺലിമിറ്റഡ് ട്രാവലിൻ്റെ പാസ് എടുത്ത് അതുകൊണ്ട് സുഖമായി ഇഷ്ടമുള്ള പോലെ പോയിട്ട് വരാം. മൺഡേ 4 മണി വരെ പോവാം. നമ്മൾ ഇതൊന്നും പ്ലാൻ ചെയ്യാതെ വന്നുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ അതിനനുസരിച്ച് എടുക്കാമല്ലേ. എത്ര 2 ട്രിപ്പോ 1 ട്രിപ്പോ അങ്ങനെയൊക്കെ വന്നിട്ട് എടുക്കാം. നമ്മൾ കുറച്ചുകൂടി പൈസ പറയും. ഇത് എന്ന് വെച്ചാൽ $30 2 പേർക്ക് കൂടി. ഇത് ആക്ച്വലി നല്ല യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഒരു മാപ്പ് വെക്കുന്നത്. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ പ്ലാറ്റ്ഫോമിനും ഓരോ മാപ്പ് ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും ഇത് ഇനി ഈ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇറങ്ങേണ്ടത് എവിടെയാണ്, അപ്പോൾ നമ്മൾ കറക്റ്റ് പ്ലാറ്റ്ഫോമിലാണ് മനസ്സിലാവും. ഇവിടെ എന്തോ എമർജൻസി ഉണ്ട്, ഫയർ എഞ്ചിനും പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട്. അവളെ റീലെടുപ്പിക്കാൻ വേണ്ടിയുള്ള പത്രപ്പാടിലാണ്. നമ്മളിനി ആ കാണുന്ന ജാൻവിയിൽ പോകാൻ പോവാം. അതിൽ ടിക്കറ്റൊക്കെ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. എത്ര പേര്? $30 അല്ലേ? 30 per head ആവും. ഇപ്പം നമ്മൾ ഈ ടിക്കറ്റ് കഴിച്ച് സ്കാൻ ചെയ്തു. ക്യൂവിലേക്ക് ഇവിടുന്ന് അവിടെ പോയിട്ട് ഇങ്ങനെ ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഇതേ കൊണ്ടുപോകുന്നുണ്ട് ഇങ്ങോട്ടേക്കാണ്. അതാണ് എന്തോ ഒരു മാർക്കറ്റ്. ഈ സ്ക്രീനിൻ്റെ നട്ടിൽ കാണുന്നത് ഇവരിങ്ങനെ നല്ലൊരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കൊണ്ട് കുറേ ബിൽഡിങ്ങിലൊക്കെ ഇങ്ങനെ കളർ കൊടുത്ത് ഇങ്ങനെ അതിനെ ആയിരിക്കണം മിക്കവാറും. ഇത് ആ പാലത്തിലൊക്കെ ലൈറ്റ് ഇങ്ങനെ കളർഫുൾ ലൈറ്റ്, ഗ്രേഡിയൻ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ ബ്രിഡ്ജിൽ ആ സ്ട്രക്ചറൽ വർക്കിലൊക്കെ ഹൈലൈറ്റ്സ് കൊടുത്തിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഒക്കെ ആ ഒരു വ്യൂ ഇങ്ങനെ കൂട്ടി എല്ലാവരും ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്. ഇത് നിർത്തുന്നില്ല, കേസ് ബോറടിക്കുന്നു. വ്യൂ ഒക്കെ നല്ല രസമുണ്ട്, നല്ല വിശപ്പുണ്ട്. നമുക്ക് സ്റ്റേക്ക് കഴിച്ചുള്ള സ്റ്റേക്ക് ഇവിടുത്തെ സ്റ്റേക്ക് എന്തായാലും നമ്മള് ഞാൻ കൊച്ചിയിൽ നിന്ന് കഴിച്ചതിന് സ്റ്റേക്ക് ഏറ്റവും പോലെ. ഇവിടുത്തെ സ്റ്റേക്ക് എങ്ങനെയാ നോക്കാം. അങ്ങനെ ഒരു 3 റൗണ്ട് കളിച്ച ശേഷം നമ്മൾ പുറത്തിറങ്ങി. നല്ലോണം വിശക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും കഴിക്കാൻ പോവാം. ഇത് നമ്മുടെ ഉത്സവപ്പറമ്പിലുള്ള സാധനം ഇതിലുണ്ട്.
ഫുഡ് വരുമ്പോൾ ഇതൊരു അക്രമം തുടങ്ങിയോളൂ. വിശന്നിട്ട പാവം. കുറേ നടന്നില്ല, ഒരു 12 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവില്ല. നമ്മളിപ്പോൾ വന്നത് ഒരു കെഗ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലാണ്. മറ്റേ വീഡിയോ ശരിയായില്ല, അതുകൊണ്ട് പുതിയ ഇതിലാണ്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ വാൾമാർട്ടിലൊക്കെ ഇവർ സീസണിങ് കണ്ടിരുന്നു. അപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് ഇവിടെ കണ്ടപ്പോൾ ട്രൈ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇങ്ങനെ പുറത്തിരുന്നിട്ട് കഴിക്കാൻ വേണ്ടി പോകും. എല്ലാവരും ക്ലോസ് ചെയ്ത് തുടങ്ങി. കിച്ചൺ 5 മിനിറ്റ് കൊണ്ട് കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഈ സ്റ്റീക്ക് പറഞ്ഞു, ഇവിടെ ഒരു ബർഗറും പറഞ്ഞു. ഇതിപ്പം വരുന്നത് വെച്ചു. ഇതൊരു പൈനാപ്പിൾ ജ്യൂസാണ്. ഒരു വികാരമില്ലാത്ത ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയുമോ? ഒരു തുണിയിൽ പോയിട്ട് എന്താ സാധനം തോന്നിയിട്ടുണ്ട്. ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനെ നിൽക്കുക. ഭയ്യക്ക് അകത്തോ മറ്റി ഇടുന്നത്. ഇതാകുമ്പോൾ എല്ലാവരും കണ്ട് ഇതെന്താ ചെയ്ത് കൂട്ടുന്നതെന്ന് വിചാരിക്കും. ഇപ്പം നമ്മൾ ഓർഡർ ചെയ്ത സ്റ്റേക്ക് വന്നിരിക്കുകയാണ്. നമ്മളുടെ ബർഗറും വന്നു. ഇനി കഴിക്കാൻ തുടങ്ങിയല്ലേ? കഴിച്ചോളൂ. എങ്ങനെയുണ്ട് എന്നിട്ട് പറയാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നല്ലായിരുന്നു. നല്ലതല്ലേ? എനിക്കും ബീഫ് സ്റ്റേക്ക് നല്ല ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബർഗറും കഴിച്ചപ്പോൾ നോക്കിയപ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായി. നല്ല സാധനം. ഇപ്പം ബില്ലിന് വേണ്ടി കാത്തിക്കുക. ബില്ല് അവിടെ നോക്കിക്കുക കേട്ടോ. പുള്ളീനെ തപ്പി നോക്കുക. എല്ലാവരും പോയി. നമ്മളാണ് ലാസ്റ്റത്തെ ആൾ. ചെയറൊക്കെ എടുത്ത് വെച്ച് കിച്ചൺ നടക്കുന്നതിന് 5 മിനിറ്റ് മുന്നെയാണ് നമ്മൾ വന്നത്.